ജനസമുദ്രം, ഒരു മനുഷ്യ മഹാസമുദ്രമായ ചത്വരം നമ്മളുടെ മുന്നിൽ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരുപക്ഷേ മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സ്വീകരിച്ച നിലപാടുകൾ, മുന്നോട്ട് വച്ച ആശയങ്ങൾ, അതിന് കിട്ടിയ സ്വീകാര്യത, ആഗോള സഭയ്ക്ക് അകത്തും പുറത്തും ഈ വിഷയത്തിൽ നടന്ന ചർച്ചകളുടെ സ്വഭാവമൊക്കെ നമ്മൾ കഴിഞ്ഞ എത്രയോ നാളുകളായി, എത്രയോ പതിറ്റാണ്ടുകളായി, അല്ലെങ്കിൽ എത്രയോ നാളുകളായി അത് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അതിന്മേലുള്ള ചർച്ചകളെ പറ്റിയൊക്കെ നമ്മൾ വളരെ വിശദമായി പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയും അദ്ദേഹത്തിന് വിട നൽകാൻ ഒരുങ്ങി ലോകം വത്തിക്കാനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫാദർ സൂചിപ്പിച്ചതുപോലെ ലോകത്തിൻ്റെ തലസ്ഥാനമായി ആ ചെറു പട്ടണം മാറിയ മണിക്കൂറുകളാണ് കടന്നു പോകുന്നത്. ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. ആ ചടങ്ങുകൾ തുടങ്ങാൻ പോകുന്നു. ലോക രാഷ്ട്ര തലവന്മാരൊക്കെ അന്തിമോപചാരം അർപ്പിക്കാൻ അവിടെ നേരത്തെ തന്നെ എത്തിയിരുന്നു. ഇന്ത്യയെ പ്രതിനിധീകരിച്ച രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത്. രാഷ്ട്രപതി ഇന്നലെ തന്നെ അവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടതാണ്. ഇന്ന് ചടങ്ങിലും രാഷ്ട്രപതി ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത്. വലിയ ഇടയന് യാത്രാമൊഴി നൽകുകയാണ് ലോകം. വേണ്ടിയുള്ള ഏറ്റവും അടുത്ത ഒരുക്കങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വത്തിക്കാനിൽ നിന്നും ഇറ്റാലിയൻ ഗവൺമെൻറ് നൽകിയിരിക്കുന്ന ഡീറ്റെയിൽസ് ലഭിച്ചിരിക്കുന്നതനുസരിച്ച് ഏകദേശം 130ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്ര തലവന്മാരോ അവരുടെ പ്രതിനിധികളോ ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായി വത്തിക്കാനിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ ഓരോരുത്തരായി അവർക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാനങ്ങളിലേക്ക്, ഇടങ്ങളിലേക്ക്, ഇരിപ്പിടങ്ങളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. സ്വിസ് ഗാർഡ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയും അതുപോലെ കത്തോലിക്ക സഭയുടെ പിതാക്കന്മാർ, മാർപ്പാപ്പമാർക്ക് അകമ്പടി സേവിക്കാറുള്ള, സുരക്ഷ ഒരുക്കാറുള്ള സ്വിസ് ഗാർഡാണ് അവിടെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ നേതൃത്വം വഹിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ എല്ലാ ലോകരാഷ്ട്രങ്ങളിൽ നിന്നുമുള്ള നേതാക്കന്മാരോ പ്രതിനിധികളോ എത്തിച്ചേർന്നിരിക്കുന്നതിനാൽ അതീവ സുരക്ഷാ വലയത്തിലാണ് വത്തിക്കാൻ മുഴുവനായും ഉള്ളത് എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. വിജയകുമാർ പ്രതിപാദിച്ചതുപോലെ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് രാഷ്ട്രപതി മുർമുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം തന്നെയും വത്തിക്കാനിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരോടൊപ്പം തന്നെ ന്യൂനപക്ഷക്ഷേമ വകുപ്പ് മന്ത്രി കിരൺ റിജിജുവും സഹായ മന്ത്രിയായി മലയാളിയായ ജോർജ് കുര്യനും അവരുടെ മന്ത്രിസഭയിലും അതുപോലെ നയതന്ത്ര പ്രതിനിധികളും അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. കേരളത്തിൽ നിന്നും പ്രത്യേകമായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്ന കാര്യം, മാർപ്പാപ്പയ്ക്ക്, ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട ചൊല്ലുന്നതിനായി സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് അഭിവന്യ മാർ റാഫേൽ തട്ടിൽ പിതാവും ഒപ്പം തന്നെയും മലങ്കര കത്തോലിക്ക സഭയുടെ മേലധ്യക്ഷനായിട്ടുള്ള ബസേലിയൂസ് മാർ ക്ലിമീസ് കർദിനാൾ പിതാവും ഭാരത മെത്രാൻ സമിതിയുടെ തലവൻ തൃശൂർ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് അഭിവന്യ മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒപ്പം തന്നെയും നമുക്കൊക്കെ അഭിമാനമായി കുറച്ച് നാളുകൾക്ക് മുൻപ് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെയും കർദിനാളായി ഉയർത്തിയ, ഒരുപക്ഷെ ഏറ്റവും പ്രായം കുറഞ്ഞ ഡീക്കൻ കർദിനാളായി ഉയർത്തപ്പെട്ട ജോർജ് കൂവക്കാട് കർദിനാൾ ഉൾപ്പെടെയുള്ളവർ അവിടെ അന്തിമോപചാരം അർപ്പിക്കുകയും മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ട് വത്തിക്കാനിൽ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഉണ്ട് എന്നുള്ളത് ഇത്തരുണത്തിൽ നമുക്കെല്ലാവർക്കും അഭിമാനത്തോടുകൂടെ തന്നെ ഓർക്കാൻ സാധിക്കുന്ന കാര്യമാണ്. കേരള സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രി റോഷി അഗസ്റ്റിനും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് വത്തിക്കാനിൽ നിന്ന് നമുക്ക് അറിവ് ലഭിച്ചിട്ടുണ്ട്. ഇപ്രകാരം ലോക രാഷ്ട്രങ്ങളുടെ നേതാക്കന്മാരും പ്രതിനിധികളും അടങ്ങുന്ന വലിയൊരു ജനസഞ്ചയം, ഏകദേശം 3 ലക്ഷത്തോളം പേരെയാണ് വത്തിക്കാൻ അവിടെ ഇറ്റാലിയൻ ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്നത് എന്ന് വത്തിക്കാൻ മീഡിയ അറിയിച്ചിട്ടുണ്ട്. ഏകദേശം 8,000-ഓളം വരുന്ന പട്ടാളക്കാരുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും നിയന്ത്രണത്തിലാണ് വത്തിക്കാൻ മുഴുവനായുമുള്ളത്. ഏകദേശം 4,000-ഓളം ജേർണലിസ്റ്റ്, മാധ്യമപ്രവർത്തകർക്ക് തന്നെ ഇറ്റാലിയൻ ഗവൺമെൻറ് അക്രഡിറ്റേഷൻ നൽകിയിട്ടുണ്ട്. അവിടെ ഈ ചടങ്ങുകൾ ഒപ്പിയെടുക്കാനായി എത്തിച്ചേർന്നിട്ടുണ്ട് എന്നും നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെയും തീർച്ചയായും കാണിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തിന് വലിയൊരു വിസ്മയമായിരുന്നു.
ഒത്തിരിയേറെ പേരെ തന്നിലേക്ക് ആകർഷിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയും അദ്ദേഹത്തിൻ്റെ ആ സാന്നിധ്യം ഇപ്പോൾ നഷ്ടപ്പെടുമ്പോൾ, ശാരീരികമായ സാന്നിധ്യം നമുക്ക് നഷ്ടപ്പെടുമ്പോൾ, ആത്മീയമായി ഫ്രാൻസിസ് മാർപ്പാപ്പ കാലാകാലങ്ങളോളം വിശ്വാസികളും അവിശ്വാസികളുമായ എല്ലാവരുടെയും മനസ്സുകളിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.